വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞാനൊരു തായ് ഡെസേർട്ട് ആണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഇതിന്റെ പേരാണ് സിംഗ്കോങ് തായ്ലൻഡ്. ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാന്ന് നോക്കാം. കപ്പ, ഇത് തായ്ലൻഡിൽ കപ്പ വെച്ച് ഉണ്ടാക്കുന്ന ഒരു ഡിഷാണ് കേട്ടോ. അപ്പൊ കപ്പ, കോക്കനട്ട് മിൽക്ക്, ഷുഗർ, പഞ്ചസാര. ഇത് വെള്ള പാത്രം ആയതുകൊണ്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. ഇത് സാൾട്ട്. പിന്നെ വേറൊരു സാധനമാണ് പാണ്ടൻ ലീഫ്. പാണ്ടൻ ലീഫ് ഇത് മലയാളത്തിൽ ഇതിനെ ബിരിയാണി കൈത എന്നാണ് പറയാ. പൊതുവെ ഒരു സ്മെല്ലിന് വേണ്ടിയിട്ട് ആഡ് ചെയ്യുന്നതാണ്. അപ്പൊ ഇതൊക്കെ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത്. ഇതിന്റെ ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മൾ കപ്പ ബോയിൽ ചെയ്യണം. അപ്പൊ പാണ്ടൻ ലീഫും ഷുഗറും ആഡ് ചെയ്തിട്ടാണ് നമ്മൾ ബോയിൽ ചെയ്യാൻ പോകുന്നത്. അപ്പൊ ഞാൻ കപ്പ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ പാണ്ടൻ ലീവ്സ് ഇടാണ്. ഇത് സ്മെല്ലിന് വേണ്ടിയിട്ട് ഇടാണ്. പിന്നെ നമുക്ക് ഇടേണ്ടത് പഞ്ചസാരയാണ്. പഞ്ചസാര ആഡ് ചെയ്യാം. ഇനി ഇത് വെള്ളം വറ്റുന്നത് വരെ തിളക്കട്ടെ. ഇത് മൊത്തം വറ്റണം, എന്നാലേ കപ്പ ഫുള്ളായിട്ട് പോവുള്ളൂ. ഓക്കെ, കപ്പ ആയിട്ടുണ്ട്. വെള്ളമൊക്കെ വറ്റിയിട്ട് ഏകദേശം നമ്മൾ 1 മണിക്കൂറിന്റെ അടുത്ത് വെച്ചു കേട്ടോ. അപ്പൊ നമ്മൾ കപ്പ സെറ്റ് ആക്കിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. അത് മൊത്തം വെന്തു. ഇനി നമ്മൾ എന്ത് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതേ സെയിം പാത്രത്തിൽ തന്നെ തേങ്ങാപ്പാൽ ഒഴിക്കും. പിന്നെ കുറച്ച് പഞ്ചസാരയും കുറച്ച് ഉപ്പും പിന്നെ പാണ്ടൻ ലീവ്സും ആഡ് ചെയ്തിട്ട് നമ്മൾ കുറുക്കിയെടുക്കും. നല്ല കട്ടിയായിട്ട് കുറുകി വന്നു കഴിഞ്ഞാൽ നമുക്ക് അത് തണിയുന്നത് വരെ വെയിറ്റ് ചെയ്ത് നിൽക്കാം. അപ്പൊ ഇതിൻ്റെ അകത്തേക്ക് ഞാൻ തേങ്ങാപ്പാൽ ഒഴിക്കുകയാണ്. പാണ്ടൻ ലീവ്സ് ആഡ് ചെയ്യാണ്, ചെറിയ കഷ്ണം, ഇച്ചിരി പഞ്ചസാര, കുറച്ച് ഉപ്പ്. നമുക്കിതിനി കുറുക്കിയെടുക്കാം. പിന്നെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വാനില എസൻസും കൂടെ ആഡ് ചെയ്യാം. അത് ഓപ്ഷണൽ ആണ്, നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ആഡ് ചെയ്യാം. ഓക്കെ, അപ്പൊ നമ്മളിത് ഇളക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനി കുറുകി കിട്ടണം നമുക്ക് നന്നായിട്ട്. തേങ്ങാപ്പാൽ അത്യാവശ്യം കുറുകിയിട്ടുണ്ട്. ഞാൻ ഇത് ഓഫാക്കാണ്. ഇത് തണീനെ വരെ വെയിറ്റ് ചെയ്യാം കേട്ടോ. തേങ്ങാപ്പാൽ തണിഞ്ഞിട്ടുണ്ട്. ഞാൻ ഇനി ഈ റെഡിയാക്കി വെച്ച കപ്പയിലേക്ക് ഒഴിക്കാൻ പോവാണ്. കംപ്ലീറ്റ്ലി ഒഴിക്കുക. അടിപൊളി സ്മെല്ലാണ്. ടേസ്റ്റ് എങ്ങനെയാന്ന് നമുക്ക് നോക്കാം. ഇനി ഇതൊന്ന് കഴിച്ചു നോക്കാം എങ്ങനെയുണ്ടെന്ന്. ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് അത്ര ഭംഗിയായിട്ട് തോന്നുന്നുണ്ടാവില്ല. നമുക്ക് ടേസ്റ്റ് നോക്കാം. അടിപൊളിയാണ് ഗൈസ്. എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ശരിക്കും ആ തേങ്ങാപ്പാലിന്റെ നമ്മുടെ ടേസ്റ്റും ഈ കപ്പയും ഒക്കെ അടിപൊളിയായിട്ടുണ്ട്. അടിപൊളി തായ്ലാൻഡ് ഡിഷാണ്. ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ബൈ.